എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയുടെ മമ്മൂക്കയുടെ ഒരു ഇൻട്രോ സീനാണ്. ഓക്കെ, ഇത് ഈ ഒരു സംഭവം. ഓക്കെ, ഇതെങ്ങനെയാണ് ആഫ്റ്റർ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്ത ഒരു വെർഷൻ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ നമുക്ക് ഏത് വീഡിയോയും ഒരു ലാലേട്ടൻ്റെ ഒരു സീൻ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതെങ്ങനെയാണ് ആഫ്റ്റർ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് ഞാൻ ആ ഒരു വീഡിയോയുടെ ആ ഒരു സെയിം സീൻ തന്നെ ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ, ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കോമ്പോസിഷനിലോട്ട് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വീഡിയോ ഇല്ലല്ലോ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. Ctrl+D അടിച്ച ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഫ്രെയിമിൽ വന്നിട്ട് വേണം ആ ഒരു എഫക്റ്റിലോട്ട് മാറാൻ. അതിനായിട്ട് ആ ലാസ്റ്റ് ഫ്രെയിമിൽ വന്നിട്ട് ടൈം ഫ്രീസ് ഫ്രെയിം കൊടുക്കുന്നു. ഓക്കെ, അതിന് ശേഷം ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വന്നിട്ട് ആ ഒരു സ്റ്റിൽ ഫ്രെയിമായിട്ട് കിട്ടും. ഓക്കെ, നമ്മളത് അവിടുന്ന് എടുക്കുന്നു, കോമ്പോസിഷനിൽ പോകുന്നു, സേവ് ഫ്രെയിം ആസ് ഫയൽ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ലെയർ കൊടുക്കുന്നു, എന്നിട്ടത് സേവ് ചെയ്യുന്നു ഡെസ്ക്ടോപ്പിൽ എവിടെയെങ്കിലും. ഓക്കെ, നമ്മൾ ഫോട്ടോഷോപ്പിൽ ആ ഒരു സ്റ്റിൽ ഫ്രെയിം ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് മാത്രം കട്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ കട്ട് ചെയ്യാം, പെൻ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഓക്കെ, നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം Ctrl+Enter അടിച്ച് നമ്മളിവിടെ ഈ ഒരു ലെയർ മാസ്ക് ക്ലിക്ക് ചെയ്തിട്ട് അത് മാത്രം മാസ്ക് ചെയ്തെടുക്കും. ഓക്കെ, അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ലെയർ മാസ്ക് കൊടുക്കുന്നു. ശേഷം Ctrl+L പ്രസ് ചെയ്തിട്ട് നമുക്ക് ലെവലൊന്ന് കുറച്ച് ബ്രൈറ്റ്നെസ് വേണം, കാരണം കുറച്ച് ഡീറ്റെയിൽ കിട്ടിയാലേ നമുക്ക് ആ ഒരു ഡ്രോയിങ് വരച്ച പോലുള്ള എഫക്റ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് കുറച്ച് ബ്രൈറ്റ് ആയി കൊടുക്കാം പിക്ചർ. അതിനുശേഷം ഞാൻ ഈ ഒരു നമ്മൾ എന്ത് ചെയ്യുക, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ അതിൽ പോയിട്ട് ഈ ത്രഷ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഏകദേശം നമുക്കവിടെ ആ ഒരു ഫേസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ആ കിട്ടുന്ന ചില ഇമേജിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ഈ ഒരു ഇമേജിന് ഇത് ഏകദേശം ഇതൊക്കെയാണ്, ഒരു 94-90 ഓക്കെയാണ്. ഓക്കെ, അതിനുശേഷം ഞാനിത് PNG ആയിട്ട് സേവ് ചെയ്യുന്നു. ബ്ലാക്ക് എന്ന് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഇത് ഡിലീറ്റ് ചെയ്യുന്നു, വീണ്ടും ബാക്ക് വരുന്നു. പഴയ ഈ ട്രെയിലർ ശ്രദ്ധിച്ചാൽ കാണാം, ഇതിനകത്തൊരു 3 ലെയറായിട്ടാണ് പിക്ചർ വരുന്നത്. ഓക്കെ, ഇതൊരു ബ്ലാക്ക്, പിന്നെ ഒരു എന്തോ ന്യൂസ് പേപ്പറിൻ്റെ ഒരു ടെക്സ്ചർ, പിന്നെ ഈ ഒരു സ്കെച്ച് ചെയ്തതിൻ്റെ, അങ്ങനെ 3 ലെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ 3 ലെയറും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ഫോട്ടോഷോപ്പിലിട്ട്. ഓക്കെ, അതിനുശേഷം അതിപ്പോൾ നമ്മൾ സേവ് ചെയ്തല്ലോ. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു വൈറ്റ് കളർ അതിൽ ഫില്ല് ചെയ്യുക. ഓക്കെ, ശേഷം അത് ഡ്രാഗ് ചെയ്തതിന് അടിയിലായിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഈ ഫോട്ടോയിൽ നമ്മൾ ഈ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ പോവുക, ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സാച്ചുറേഷൻ ഫുള്ള് -100 ആക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളൊരു സോളിഡ് കളർ കൊടുക്കുന്നു. നമുക്കൊരു ഓറഞ്ച് കളർ കൊടുക്കാം. ഇത് ജസ്റ്റ് കൊടുക്കുന്നതിന് ശേഷം ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡ് മോഡ് ഹാർഡ് മിക്സ് ആക്കി കൊടുക്കുക. നമുക്കിപ്പോൾ ആ ട്രെയിലർ എടുത്ത് നോക്കിയാൽ കാണാം, അതിനകത്ത് ഒരു ഓറഞ്ചും ലൈറ്റ് റെഡുമാണ് വന്നേക്കുന്നത്.
അതേപോലെ ഇവിടെയും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഏകദേശം ഈ ഭാഗത്തായിട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിലിങ്, നമ്മൾ എത്ര വെക്കുമ്പോഴാണ് കളർ കൊടുക്കുമ്പോഴാണ് ഡീറ്റെയിൽ കിട്ടുന്നതെന്ന് നോക്കണം. ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിലിങ്ങും ഇല്ല അല്ലേ. നമുക്ക് ഈ 3 കളർ വേണം, ബ്ലാക്ക്, റെഡ്, ഈ യെല്ലോ. ഓക്കെ, അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതിപ്പം കുറച്ച് ഡീറ്റെയിലിങ്, ഇവിടെയൊക്കെ കുറച്ച് ഡീറ്റെയിലിങ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ കളർ ഓക്കെ ആണല്ലേ. നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാം ബ്ലൂവിന് 20 ആണല്ലേ, അത് 40 കൊടുക്കുക. മജന്തയ്ക്കും 60 ആയി കൊടുക്കുക. നമുക്ക് 40, 60, 40, 60 അങ്ങനെ 40-60 വാല്യൂ മാത്രം നമുക്ക് മതി. അതിനുശേഷം ഗ്രേഡിൻ്റെ മാപ്പ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ലൊക്കേഷൻ 40% ഉള്ള സ്ഥലങ്ങളിൽ മാത്രം ഈ കളർ ചേഞ്ച് ആവും. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിക്കാം. ഓറഞ്ച് കളർ കൊടുക്കും. ഓക്കെ, നമുക്ക് ഈ 60% ഉള്ളിടത്തെല്ലാം യെല്ലോ കളർ കൊടുക്കാം. ഓക്കെ, ഓറഞ്ച് ഇച്ചിരി കൂടെ റെഡാക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കളറ് പോരാങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഈ ട്യൂട്ടോറിയലിന് വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ശരി, നമ്മൾ ഈ ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പം ഇവിടെയൊക്കെ ഇങ്ങനത്തെ പറയുക ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ അല്ലേ വന്നേക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാനായിട്ട് ഫിൽറ്ററിൽ പോവുക. അതായത് ഈ ഇമേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫിൽറ്റർ, സ്റ്റൈലൈസ്, ഓയിൽ പെയിൻറ്റ്. ഓക്കെ, ഓയിൽ പെയിൻറ്റ് പോവുക. 5, 10. ഓക്കെ, വേണ്ട, അത്രയും വേണ്ട, ഒരു 3 മതി. 3 ത്രൂ. ഓക്കെ കൊടുക്കുന്നു. വീണ്ടും ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇമേജ് ഇവിടെ ടോപ്പിൽ ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഷാഡോസ്, ഹൈലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഷാഡോസ് ആൻഡ് ഹൈലൈറ്റ്സ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ കുറേ ഓപ്ഷൻസ് ഇവിടെ വരും. ഇതിൻ്റെ എമൗണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ നമുക്കിവിടെ കിട്ടും. ഓക്കെ, നമുക്ക് എത്ര ഇതിപ്പം കറക്റ്റായിട്ടുള്ള വാല്യൂ ഞാനിവിടെ കൊടുക്കുന്ന പോലല്ല നിങ്ങളൊരു ഇമേജ് വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേറെ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. ഓക്കെ കൊടുക്കും. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതെല്ലാം ഒരുമിച്ച് ഈ ഇമേജിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കൺട്രോൾ ഡി അല്ല, കൺട്രോൾ ഡി ആഫ്റ്റർ എഫക്റ്റിലാണ്. ഓക്കെ, കൺട്രോൾ ജെ. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം ഒരുമിച്ച് മെർജ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു ഇമേജിൽ കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് മൗസ് ക്ലിക്ക് ചെയ്യുന്നു, സെലക്ഷൻ വരുന്നു. അതിനുശേഷം ഇതൊന്ന് മാസ്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിനുശേഷം അപ്ലൈ മാസ്ക് അപ്ലൈ ചെയ്യുന്നു. പിന്നെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ഇവിടെ പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മാനുവലി ബ്രഷ് കൊണ്ട് വരച്ച് കൊടുക്കുക. ഓക്കെ, എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടുമോ? ഇല്ലല്ലോ, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പം വെളിയിൽ പോകാനും പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ സ്കെച്ചല്ലേ, ഇപ്പോൾ സ്കെച്ചിന് ഇതിന് കുറച്ചുകൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. ഇനി പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽ പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഫുൾ ബ്ലാക്ക് അല്ലേ, അപ്പോൾ അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിനായിട്ട് ഇത് ഡ്രോപ്പിലോട്ട് വലിച്ചിടുക. വീണ്ടും ഈ ത്രഷ് ഹോൾഡ് എടുക്കുക. ഇതിൻ്റെ ഡ്രസ്സ് കിട്ടുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടോട്ട് വരിക. ഓക്കെ, അതിനുശേഷം ഇത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമ്മളൊരു സേഫ്റ്റിക്ക് ഇവിടെ ഡ്രാഗ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അതിനുശേഷം ഇത് മെർജ് ചെയ്യുക. ഈ ഒരു വൈറ്റ് പോർഷൻസ് മാത്രം നമുക്ക് സെലക്ഷൻ ചെയ്തെടുക്കാം. ഓക്കെ, അതിനുശേഷം ഓറഞ്ച് കളർ ക്ലിക്ക് ചെയ്യും. ഓക്കെ,
അപ്പം നമുക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇച്ചിരി ഓയിൽ പെയിൻറ്റ് എഫക്റ്റ് കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് ഫിൽറ്റർ പോവുക, സ്റ്റൈലൈസ് ഓയിൽ പെയിൻറ്റ്. ഓക്കെ, ഇതൊരു 1% കൊടുക്കാം. സ്കെയിൽ 100. ഓക്കെ അല്ല, ഓക്കെ. ഈ ലൈറ്റിങ് എപ്പോഴും ഓഫ് ആക്കി ഇടണം, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു ഷെയ്ഡ് കയറി വരും. ഓക്കെ ഓക്കെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹെയറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. അതിനായിട്ട് ഈ ഒരു സ്മഡ്ജ് ടൂൾ എടുക്കുക, ഇതിൻ്റെ ബ്രഷ് മാറ്റി കൊടുക്കുക. ഇത് ഡിഫോൾട്ടായിട്ടുള്ള ബ്രഷാണ്, ഇത് ഇവിടെ ഉണ്ട്. ബ്രഷ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബ്രഷ് ചേഞ്ച് ചെയ്ത് ഈ ഒരു ബ്രഷ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ട് ഈ സ്ട്രെങ്ത് ഒന്ന് കൂട്ടിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, നമ്മളത്ര വലിയ എന്താ പറയുക, വരയ്ക്കുന്നത് വലിയ കഴിവൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വീണ്ടും PNG ഫയലായിട്ട് സേവ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ഹൈഡ് ചെയ്ത് വെക്കാൻ മറക്കല്ല്, സേവ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മളിനി ഒരു ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ടെക്സ്ചർ, ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഇത് കയറി വരുന്നുണ്ടല്ലേ. അപ്പം അതും കൂടെ ആഡ് ചെയ്യും. അതിനായിട്ട് വീണ്ടും നമ്മുടെ ഒരു ഒറിജിനൽ പിക്ചർ എടുത്ത് വെക്കുക. അതിനുശേഷം ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഇമേജ് ഡ്രാഗ് ചെയ്തിടുക. തൽക്കാലം ഇത് ചരിച്ച് ഇതങ്ങോട്ട് ഇടുന്നു. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഇമേജിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സെലക്ഷൻ വരും. ഒരു സെയിം ഇമേജിൻ്റെ ഷേപ്പിൽ. അതിനുശേഷം ഈ ന്യൂസ് പേപ്പറിൽ സെലക്ഷൻ ചെയ്തതിന് ശേഷം മാസ്ക് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആ ഒരു ഷേപ്പിൽ ഈ ന്യൂസ് പേപ്പർ കിട്ടും. ഇത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു എന്താ പറയുന്നത്, ലിങ്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു പോർഷനിലോട്ട് മാറ്റി വെക്കാം. ഓക്കെ, അതിനുശേഷം ഇത് വീണ്ടും PNG ആയിട്ട് സേവ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം വീണ്ടും ബാക്ക് വന്ന് ആഫ്റ്റർ എഫക്റ്റിലേക്ക് വരിക. അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത ഇമേജുകൾ ആഫ്റ്റർ എഫക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഇതിന് മാസ്ക് കൊടുക്കുന്നു. ഇത് ട്രെയിലർ കണ്ടാൽ അറിയാം. ഫസ്റ്റ് ഒരു ന്യൂസ് പേപ്പറിൻ്റെ ടെക്സ്ചറാണ്. അല്ല, ന്യൂസ് പേപ്പർ അല്ലല്ലോ, ബ്ലാക്ക് കളർ അല്ല, ന്യൂസ് പേപ്പർ. ഓക്കെ, ന്യൂസ് പേപ്പറാണ് ആദ്യം, ഒരു യെല്ലോ കളറാണ് ആദ്യം പോകുന്നത്. അതിനുശേഷം ബ്ലാക്ക്, അതിനുശേഷം ആണ് സ്കെച്ച് ചെയ്ത ഇമേജ് വരുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഇതല്ല വരുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ ഒരു മാസ്ക് കൊടുക്കുന്നു. നമ്മളെല്ലാം ഈ ഒരു ടെക്സ്ചറെല്ലാം ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് ഇവിടെ ആയിട്ട് കൊണ്ടുവെക്കുക. അതിനുശേഷം ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ സോൾഡ് ലെയർ മാസ്ക് കൊടുക്കാം. മാസ്ക്. ഓക്കെ, അതിനുശേഷം ഈ ഒരു റെക്ടാങ്കിൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിങ്ങനെ. ഓക്കെ, മാസ്കിന് ഒരു ആനിമേഷൻ, മാസ്ക് പാത്തിന് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. കീ ഫ്രെയിം ഇവിടെ ആയിട്ട് കൊണ്ടുവെക്കുക.
ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രെയിമിൽ. ഓക്കെ, അതിന് ശേഷം കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷം നമുക്ക് കീ ഫ്രെയിം ആനിമേറ്റ് ചെയ്യാം. ടോപ്പിലോട്ട് വരും. ഓക്കെ, ഇതിങ്ങനെ. ഓക്കെ, അതിന് ശേഷം ഈ ഒരു ട്രാക്കിംഗ് മാറ്റ് ഈ ഒരു മാസ്ക് ആക്കി കൊടുക്കുക. ഇപ്പം നേരെ ഇപ്പം നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതല്ലേ, നമുക്ക് അങ്ങനെയല്ല വേണ്ടേ. നമ്മൾ അതിനായിട്ട് ടർബുലന്റ് ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഈ കോംപ്ലക്സിറ്റി കുറച്ച് കൂട്ടി കൊടുക്കുന്നു. എമൗണ്ട് വേണ്ട, സൈസ് അതിന് മാച്ചാകുന്ന രീതി. ഓക്കെ, ഇതിൻ്റെ കളറ് യെല്ലോ കളറല്ലേ, അത് കളറും കൂടെ ചേഞ്ച് ചെയ്തേക്കാം. ഇനി ടിൻറ്റ് എഫക്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ വൈറ്റ് പാർട്ട് ഞാൻ യെല്ലോ ആക്കുന്നു. ഓക്കെ, ഒരു മാസ്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ആവശ്യമില്ലാത്ത പാർട്സൊക്കെ കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ടെക്സ്ചർ വന്നതിന് ശേഷം നമുക്ക് ആ ബ്ലാക്ക് കളറ് എഫക്റ്റൂടെ അതിൻ്റെ ബാക്കിലൂടെ അതിൻ്റെ പുറകെ വരണം. അതിനായിട്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് മാസ്കിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. Ctrl+D, ശേഷം ഈ ഒരു ബ്ലാക്ക് ലെയറിൻ്റെ ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ട്രാക്കിംഗ് മാറ്റ് ഞാൻ മാസ്ക് ആക്കി കൊടുക്കുന്നു. പക്ഷേ ഇതിൻ്റെ ടൈമിങ് ഞാൻ കുറച്ച് ബാക്കിലോട്ട് ഒരു 2 സെക്കൻഡ് ഫ്രണ്ടിലോട്ട് ആകുന്നു. ഓക്കെ, ഇങ്ങനെ ബാക്കിലോട്ട്. ഓക്കെ, 2 3 ഇത്രയും പോട്ടെ, അത്രയും ഒത്തിരി ഓവറാണ്. ഓക്കെ, ഇതൊക്കെയാണ്. സ്കെച്ച് ഇമേജും കൂടെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഇതിപ്പോൾ ഞാൻ ചെയ്തതല്ല, ഇതിന് മുന്നേ ടൈം എടുത്ത് ചെയ്തതാണ്. നമ്മൾ ഇതൊക്കെ കുറച്ചേറെ വരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ട്യൂട്ടോറിയലിന് വേണ്ടി ചെയ്തപ്പം പെട്ടെന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇത് നിങ്ങളുടെ സമയം എടുത്ത് ചെയ്താൽ നല്ല ഒരു ഇതായിരിക്കും. ഓക്കെ, ഞാൻ വീണ്ടും മുന്നേ ചെയ്ത പോലെ ഈ ഒരു മാസ്കിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, മുകളിലായിട്ട് പ്ലേസ് ചെയ്യുന്നു. ഈ സ്കെച്ച് ഈ ഒരു മാസ്കിലേക്ക് ട്രാക്ക് മാറ്റ് ആക്കി കൊടുക്കുന്നു. ഇത് രണ്ടും കൂടെ നമ്മളൊരു 2 സെക്കൻഡ് മുന്നോട്ടാക്കി കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ എന്താ പറയുന്നത്, ഈ ഒരു ടർബൻ ഡിസ്പ്ലേസിൻ്റെ റാൻഡം പീസ് ഇവിടെ ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി കൊടുക്കുക. അപ്പം ഈ ഒരു 3 ലെയറിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു ടെക്സ്ചർ ലഭിക്കും. ഓക്കെ, അതിന് വേണ്ടിയാണ്. ഇത് ഓരോന്നും പ്രീകമ്പോസ് ചെയ്യാം. ലെയർ പ്രീകമ്പോസ് അസിൽ നിന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് ഞാനൊരു വാൾ ടെക്സ്ചർ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. അതിന് ഇവിടെ ആയിട്ട് കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, അതിന് ശേഷം ഞാനിത് പ്രീകമ്പോസ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് BG കൊടുക്കാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അതിലേക്ക് നമുക്കത് ഇങ്ങനെ പെട്ടെന്ന് വന്നാൽ പോരാ, നമുക്ക് ഒരു എന്താ പറയുന്നത്, സ്കെച്ച് ചെയ്ത പോലെ വരണം. അതിനായിട്ട് ഞാൻ ഈ ഒരു ബ്രഷ് സ്ട്രോക്ക് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. ഓക്കെ, ഇതൊരു PNG ഫയലാണ്. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കാം. കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം ഇതിൻ്റെ. അതിനായിട്ട് ഞാനിങ്ങനെ ഇവിടെ ഒരെണ്ണം വെക്കുന്നു. അതിനുശേഷം Ctrl+D പ്രസ് ചെയ്ത് അടുത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇവിടെ ആയിട്ട് വെക്കുന്നു. അടുത്ത ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, ഇവിടെ ആയിട്ട് വെക്കുന്നു. ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു,
ഇങ്ങനെ വെക്കുന്നു, ഒരു ഡ്യൂപ്ലിക്കേറ്റ്. അതിനുശേഷം ഇതിൻ്റെ പൊസിഷൻ ഒരു 2 സെക്കൻഡ് വെച്ച് ഒന്ന് മാറ്റി കൊടുക്കാം. മുന്നോട്ട് ഓരോ ലെയർ വെച്ച് ഒരു 2 സെക്കൻഡ് വെച്ച് നമുക്ക്, അല്ല 2 അല്ല 1 സെക്കൻഡ്, 1-2 ഫ്രെയിം, സെക്കൻഡ് അല്ല ഫ്രെയിം മാറ്റി നീക്കി വെച്ച് കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഇങ്ങനൊരു എഫക്റ്റ് കിട്ടും. ആ ഒരു സ്ട്രോക്ക് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ എല്ലാം സെലക്ട് ആവും. ഓക്കെ, ലെയർ, പ്രീകമ്പോസ്, മാസ്ക് എന്ന് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഈ ഒരു വാൾ ടെക്സ്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ മാസ്ക് ട്രാക്ക് മാറ്റായി കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഓക്കെ, ഇതുപോലെയാണ് വേണ്ടത്. ഓക്കെ, അതിന് ശേഷം ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു, കളർ കറക്ഷൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിലേക്ക് ടിൻറ്റ് എഫക്റ്റ് ആഡ് ചെയ്യുന്നു. നമുക്ക് ആ ഒരു ട്രെയിലർ നോക്കി കാണാം, അതൊരു റെഡ് ബാക്ക്ഗ്രൗണ്ടാണ് വരുന്നത് അല്ലേ. അതേപോലെ തന്നെ ഞാൻ റെഡ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും. ബാക്ക് വരുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ കാണാം ഈ ഒരു ബ്ലാക്ക് ബാറും ഉണ്ട്, സിനിമാറ്റിക് ബാർ. ഓക്കെ, നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതാണ് ഇതുപോലെ അതിൻ്റെ ടോപ്പിലായിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഒരു സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ബ്ലാക്ക് ബാർ എന്ന് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു റെക്റ്റാങ്കിൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു മാസ്ക് അതിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ. അത് ഞാൻ ഇൻവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ മാസ്കിൽ ഏതെങ്കിലും ഒരു കോർണർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ആ ഒരു മുന്നത്തെ ആ വീഡിയോയുടെ ഒരു ബാർ എത്ര വരുന്നുണ്ടോ ആ ഒരു പൊസിഷനിൽ കൊണ്ടുപോകും. ഓക്കെ, അതിനുശേഷം ഞാൻ പ്ലേ ചെയ്യുന്ന കുറച്ചുകൂടെ ഇല്ല, ഇത് കറക്റ്റാണ്. ഓക്കെ, എന്നിട്ട് ഞാനത് ലോക്ക് ചെയ്യുന്നു. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിന് മുകളിലായിട്ട് കിടക്കണം. ബാക്ക്ഗ്രൗണ്ട് ഇപ്പം വന്ന് ശരിയാകത്തില്ലല്ലോ. ഓക്കെ, കുറച്ചുകൂടെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് അതിനല്ല ഇത് ഇവിടെ വെച്ചേക്കുന്നത്, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. ഓക്കെ, നമുക്കിപ്പം ആ ഒരു റെഡ് കളർ റെഡി ആയിട്ടുണ്ടല്ലേ. ഇനി ഞാനൊരു യെല്ലോ കളറൂടെ അതിനകത്ത് കയറി വരുന്നുണ്ട്, ഇതേപോലെ കട്ടിങ് ഇതേപോലെ. ഓക്കെ, അതുകൂടെ നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ടെക്സ്ചർ ഉപയോഗിക്കുന്നു, ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. ഓക്കെ, ഒരു 2 ടെക്സ്ചർ ഉപയോഗിക്കാം. ഓക്കെ, ഇതോടെ ഇരിക്കുന്നു. ഇത് രണ്ടും കോമ്പോസിഷൻ സൈസിലേക്ക് കൊണ്ടുവരിക. ഇത് പവറിൽ ചെയ്യാം. ബ്ലെൻഡ് മോഡ് നമുക്ക് ഡാർക്കനായി കൊടുക്കാം. ഓക്കെ, അത് രണ്ടും ബ്ലെൻഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് റീകമ്പോസ് ചെയ്യാം. ഓക്കെ, എല്ലാം മന്ദാരം കീബോർഡ്
ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കൊടുക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യുന്നു, ഒരു ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു, കുറച്ച് ടിൻറ്റ് എഫക്റ്റ് ആഡ് ചെയ്യുന്നു, യെല്ലോ കളർ. അതിനുശേഷം ഒരു ന്യൂ ബ്ലാക്ക് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു, സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ഞാൻ മാസ്ക് ഒന്ന് കൊടുക്കുന്നു. എത്ര മാസ്കായി? കുറേ മാസ്കായി അല്ലേ? അതിനുശേഷം ആ ഒരു ഷേപ്പ് നമ്മൾ ഈ മാസ്കിൽ വരച്ച് കൊടുക്കുന്നു ഈ പെൻ ടൂൾ കൊണ്ട്. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, നമുക്ക് ആ സെയിം മാസ്കിൽ തന്നെ വീണ്ടും വരച്ചു കൊടുക്കാം. എത്ര വേണേലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു നമ്മൾ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് അല്ലേ, അത് ഈ ഒരു മാസ്കുമായിട്ട് ട്രാക്ക് മാറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ കിട്ടും. നമുക്കിതിന് കുറച്ച് ഈ ഒരു മാസ്കിന് കുറച്ച് ആനിമേഷൻസ് കൊടുക്കാം. ഓക്കെ, അതൊരു ഇപ്പോൾ ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറുന്നതായിട്ടാണ്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു മാസ്കിൽ എം അടിക്കുക, മാസ്ക് വരും. ഈ 3 മാസ്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, മാസ്ക് 1 എടുക്കുക, മാസ്ക് പാത്തിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക, മുന്നോട്ട് ഒരു രണ്ട് ഫ്രെയിം മുന്നോട്ട് പോവുക. അല്ല, എല്ലാത്തിനും നമുക്ക് കൊടുക്കാം കീ ഫ്രെയിം. ഓക്കെ, ഒരു 2 സെക്കൻഡ് രണ്ടല്ല, ഒരു 2-3 ഫ്രെയിം മുന്നോട്ട് പോവുക. അതിനുശേഷം ഇതിൻ്റെ പൊസിഷൻ ഒന്നിങ്ങനെ കൊടുക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, പക്ഷെ ഇങ്ങനെയല്ല അവർ ചെയ്തേക്കുന്നത്. ഓക്കെ, വീണ്ടും ഇതിൻ്റെ പൊസിഷൻ മുന്നോട്ട് പോകാം. ഇതെങ്ങനെ ഇതിനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ കീ ഫ്രെയിം വേണമെങ്കിൽ കോപ്പി എടുത്ത് ഇതോട്ട് പേസ്റ്റ് ചെയ്യാം. ഇതിന് ശേഷം ഇതെല്ലാം ഈ കീ ഫ്രെയിം എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഗ്രാഫ് എഡിറ്റിൽ പോവുക. നമ്മൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇങ്ങനൊരു ആനിമേഷൻ കിട്ടും. ഓക്കെ, അതിനുശേഷം ബാക്ക് വരിക. നമുക്ക് ഒരു കുറച്ച് സെക്കൻഡ് മതി, ഇത്രയും മതി. ഇത് ഫില്ലാകുന്ന വരെയുള്ള ആനിമേഷൻസ് മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമുക്കിവിടെ ആ ട്രെയിലറിലൊരു മമ്മൂക്കയുടെ ഫേസ് വരുന്നുണ്ട് അല്ലേ, അതും കൂടെ നമുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. നമ്മളിവിടെ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മമ്മൂക്കയുടെ ഫോട്ടോ, അതെടുക്കുന്നു, ഡ്രാഗ് ചെയ്തെടുക്കുന്നു, ഇച്ചിരി സൂം ചെയ്തു, ഇതിങ്ങനെ. ഓക്കെ, ഇതേപോലെ. അല്ല, അതൊരു ഒറ്റ തവണയെ കാണിക്കുന്നുള്ളൂ അല്ലേ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത്രയും മതി.
ഇതിങ്ങനെ വന്നു പോകുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഒരു ന്യൂ ഇനി ഇത് സൂം ആവണം അല്ലേ? ആ ട്രെയിലറിൽ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. എന്തേത് ഇതേപോലെ. ഓക്കെ, അതിനായിട്ട് ഞാനൊരു ന്യൂ നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സ്ക്രീനെന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ആങ്കർ പോയിൻ്റ് ഞാൻ ചേഞ്ച് ചെയ്ത് ഇത് ഇവിടെ ആയിട്ട് നമുക്കവിടെ ഹെഡിൻ്റെ ഇവിടെ ആയിട്ട് വെക്കുന്നു. ഓക്കെ, ഇതിവിടെ ആയിട്ട് ഈ ഒരു വീഡിയോ തൊട്ട് ഇവിടെ വരെ നമ്മൾ ഈ ഒരു പേരൻ്റ് ചെയ്തിരുന്നു. നമ്മൾ ഈ ഒരു സ്കെയിലിലേക്ക് പേരൻ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇത് സ്കെയിൽ ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കിട്ടും. ഓക്കെ ഓക്കെ, നമുക്ക് ഇത് സ്കെയിലാവേണ്ടത് നമുക്കവിടെ ഫേസ് ഫുള്ള് വരുമ്പോൾ ഇവിടെ സ്കെയിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു, കുറച്ച് മുന്നോട്ട് പോകുന്നു, സ്കെയിൽ ചെയ്യുന്നു. ഓക്കെ, ഇത്രയും മതി. ഇതിന് ഒരു ഈസി ആയി കൊടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഇവിടെ അടുപ്പിക്കാം. ഫുള്ള് ഈ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വരെ വേണ്ട. ഓക്കെ, ഇതിന് എല്ലാം നമ്മൾ ഒരു എന്താ പറയുന്നത് മോഷൻ ബ്ലർ ഓൺ കൊടുക്കുന്നു. ഈ ഒരു സ്കെച്ചിന് ഒരു ചെറിയ റൊട്ടേഷൻ, ചെറിയൊരു എന്താ പറയുന്നത് വിഗിൾ ഇങ്ങനെ കാണിച്ചു തരാം. അതായത് ഇങ്ങനെ അനങ്ങുന്ന ഒരു ആനിമേഷൻ കൊടുക്കണം. അതിനായിട്ട് നമ്മളിപ്പം ഇത് സൂമായി വന്ന ഉടനെ നമ്മളൊരു റൊട്ടേഷൻ, അതായത് 6 പ്രസ് ചെയ്ത് ഈ ഒരു സ്കെച്ചിന് ഒരു റൊട്ടേഷനിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം എൻഡ് ഫ്രെയിമിൽ ഇതൊരു -8 വേണ്ട, -5. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് സ്മൂത്തായി കൊടുക്കുക കീ ഫ്രെയിം. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ചെറുതായിട്ട് ഒന്ന് റൊട്ടേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇനിയും ഇതിനൊരു എക്സ്പ്രഷനോട് കൊടുക്കണം. ഇതിൻ്റെ പൊസിഷന് പി പ്രസ് ചെയ്തതിൻ്റെ പൊസിഷൻ ഓപ്പൺ ആക്കുക. അതിനുശേഷം ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ സ്റ്റോപ്പ് വാച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിവിടെ എക്സ്പ്രഷൻസ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ തൊട്ട് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ പേസ്റ്റ് ചെയ്യുക. ഇത് ഞാൻ ChatGPT-ന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അവിടെ നിന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ പവർ ഇച്ചിരി കൂടുതലാണ്. ആംപ്ലിറ്റ്യൂഡ് 2 ആയി കൊടുക്കാം. ഫ്രീക്വൻസി ഒരു 10 ആയി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ആഡ് ചെയ്യാനുണ്ട്. ഒരു ഹാഫ് ടോൺ എഫക്റ്റോടെ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് ഈ ട്രെയിലർ നോക്കുമ്പോൾ കാണാം, ഇത് ഇവിടെ ആയിട്ട് ഡോട്ടുകൾ കണ്ടില്ലേ, അത് ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അതിലേക്ക് ഈ ഹാഫ് ടോൺ എഫക്റ്റ് ഇമേജ് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ട്രാൻസ്ഫോം ടു ഫിറ്റ് കൊടുക്കുന്നു. ബ്ലെൻഡ് മോഡ് മൾട്ടിപ്ലയോ ഇതിലേതെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഒപ്പാസിറ്റി T പ്രസ് ചെയ്താൽ ഒപ്പാസിറ്റിയുടെ ഓപ്ഷൻ വരും. നമുക്കൊരു 50 ആക്കി കൊടുക്കാം. ഓക്കെ,
ഇത് ഇതിൻ്റെ റൊട്ടേഷൻ നമുക്ക് ആനിമേഷൻ ചെയ്യാം. ഒരു 5 ഫ്രെയിം മുന്നോട്ട് പോയിട്ട് ഒരു 180 ആയി കൊടുക്കാം. ഈ ഒരു 2 ഫ്രെയിം ഒരു 5 ഫ്രെയിം മുന്നോട്ട് പോയിട്ട് പേസ്റ്റ് ചെയ്യാം. വീണ്ടും ഒരു 5 സെക്കൻഡ് മുന്നോട്ട് പോയിട്ട് പേസ്റ്റ് ചെയ്യാം. അങ്ങനെ എന്നിട്ട് ഈ കീ ഫ്രെയിം എല്ലാം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രാഫ് എഡിറ്റിൽ പോവുക. Ctrl+Alt+A പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കീ ഫ്രെയിം എല്ലാം സെലക്ട് ആവും. അതിനുശേഷം നമ്മൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇങ്ങനെ ഒരു ആനിമേഷൻ കിട്ടും നമുക്ക്. ഓക്കെ, ഇതിൻ്റെ ഒപ്പോസിറ്റി കുറച്ചുകൂടെ വേണമെങ്കിൽ കുറയ്ക്കാം. ഒരു 40 ആക്കാം. ബാക്കി പോയിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഒപ്പോസിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, കുറച്ചുകൂടെ കുറയ്ക്കാം. ഒരു 10 മതി. ഓക്കെ, ഇവിടെ അത് കാണുന്നുണ്ടല്ലേ, അത് കുറച്ച് മുന്നോട്ട്. ഓക്കെ, നമുക്കിനി കുറച്ച് ഡസ്റ്റും കുറച്ച് സ്ക്രാച്ചസും ഒക്കെ ഈ ഓൾഡ് ഫിലിമിൽ കാണുന്ന പോലെ കൊണ്ടുവരണം. അതിനായിട്ട് ഞാനൊരു ന്യൂ സോൾ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഡസ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇതിലേക്ക് ഞാൻ ഫ്രാക്ചർ നോയ്സ് ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ കോൺട്രാസ്റ്റ് കൂട്ടി കൊടുക്കുന്നു. ബ്രൈറ്റ്നസ് കുറച്ച്, നമുക്ക് ചെറിയ ഡസ്റ്റ് മതി. ഇതേപോലെ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ സ്റ്റോപ്പ് വാച്ച് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമ്മളൊരു ടൈം എന്ന് കൊടുത്തിട്ട് ടൈം ഇൻറ്റു 2500 പോകും. അതാണ് ഇങ്ങനൊരു എഫക്റ്റ് കിട്ടും. ഓക്കെ, അതിനുശേഷം അത് ഞാൻ ബ്ലെൻഡ് മോഡ് സ്ക്രീനായി കൊടുക്കുന്നു. ഇതേപോലൊരു എഫക്റ്റ് കിട്ടും. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഞാൻ ഈ ഒരു ട്രാൻസ്ഫോം ഉണ്ടല്ലോ, സ്കെയിൽ, യൂണിഫോം സ്കെയിൽ ടിക്കിട്ട് കൊടുക്കുന്നു. അൺടിക്ക് ചെയ്യുന്നു. സ്കെയിൽ ഇതുപോലെ ഇതുപോലെ പൊട്ടിക്കൊടുക്കുന്നു. ഇവിടെ ഞാൻ ഈ ഒരു റാൻഡം സൈഡ് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇച്ചിരി കൂടുതലാണ്. ഓക്കെ, അതിനുശേഷം ഞാനിത് ലൈൻസ്. ഓക്കെ, ഞാൻ ബ്ലെൻഡ് മോഡ് സ്ക്രീനല്ലേ കിടക്കുന്നത്. ഇത് രണ്ടും ഞാൻ ഈ ഒരു ബ്ലാക്ക് ബാറിൻ്റെ താഴെയായിട്ട് പ്ലേസ് ചെയ്യുന്നു. മാത്രമല്ല നമുക്ക് ഇത് ഈ ഒരു എഫക്റ്റ് വരുന്നതിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവച്ചാൽ മതി. ഇങ്ങനെ. ഓക്കെ, ഇനി ഒരു വിനിയറ്റ് എഫക്റ്റൂടെ കൊടുക്കുക. അതിനായിട്ട് ഒരു ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു, പേര് കൊടുക്കുന്നു. അതിനുശേഷം ഇതൊരു എലിപ്സ് ടൂളാകുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, മാസ്ക് ചെയ്യുന്നു. അതിനുശേഷം ഇൻവേർട്ട് കൊടുക്കുന്നു. എഫ് പ്രസ് ചെയ്യുന്നു. മാസ്കിൻ്റെ ഫെദർ ഓപ്ഷൻ വരും. അവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുന്നു. ഓക്കെ, ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച്
ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതും ഇതേപോലെ തന്നെ ഈ ബ്ലാക്ക് ബാറിൻ്റെ താഴെയായിട്ട് പ്ലേസ് ചെയ്യുക. ഇതും ഇതേപോലെ ഇവിടെ ഒരു ഈ ഭാഗത്തായിട്ട് കൊണ്ടുവെക്കുക. അതിനുശേഷം നമുക്ക് ഒപ്പാസിറ്റി 0 ആക്കുന്നു. ശേഷം ഇതെല്ലാം ഇങ്ങോട്ട് വന്ന് തുടങ്ങുമ്പം ഒരു 80% ആക്കും. ഓക്കെ, ഇനി നമ്മൾ ടൈറ്റിൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെ വരുമ്പോഴാണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. ഓക്കെ, അതിനായിട്ട് ഞാൻ ടെസ്റ്റ് ടൂൾ ക്രിയേറ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ടൈപ്പ് ചെയ്യുന്നു. ഞാൻ ആ ട്രെയിലറിൽ കാണിച്ചേക്കുന്നത് സെയിം ഫോണ്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. ആ ഫോണ്ടിൻ്റെ പേര് പഞ്ചെന്ന്. പഞ്ച് ഫോണ്ട് ഫ്രീ ആണ്. അത് ഒരുപാട് ഫോണ്ടുണ്ട് കേട്ടോ, ആ സെയിം കാറ്റഗറിയിൽ വരുന്നത്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. നമുക്കിത് ഇച്ചിരി ചെറുതാക്കിയിട്ട് ഈ സൈഡിൽ വെക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് Ctrl D അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. എന്നിട്ട് സ്കെയിൽ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഒരു ട്രെയിലർ ഫോണ്ട് വെച്ചേക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ടെക്സ്ചർ കൊടുക്കണം അല്ലേ. അതിനായിട്ട് ഞാനൊരു യെല്ലോ കളറ് ടെക്സ്ചർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു സൈസിലേക്ക് വലിച്ച് നീട്ടി വെച്ചിട്ട് മാസ്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു നെയിമിൻ്റെ താഴെയായിട്ട് ആ ടെക്സ്ചർ വെച്ചതിന് ശേഷം ട്രാക്ക് മാറ്റ് ആ നെയിമായി കൊടുക്കാം. അപ്പോൾ ആ ഒരു ടെക്സ്ചർ ആ ഒരു നെയിമിലേക്ക് മാസ്ക് ആവും. ഓക്കെ, അതേപോലെ തന്നെ ഇതിനും നമ്മൾ അതേപോലെ സൈസിലേക്ക് വലിച്ച് നീട്ടി വെച്ചിട്ട് ട്രാക്ക് മാറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കൊരു ഗ്ലിച്ച് എഫക്റ്റും കൂടെ ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചേക്കുന്നത്. ഇതിനകത്ത് പ്രീസെറ്റ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗ്ലിച്ചിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു എഫക്റ്റാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് ടെസ്റ്റ് മാത്രമല്ല നമുക്കിവിടെ നിന്ന് ഈ പേര് നമുക്കിവിടെ ആയിട്ട് വരുമ്പോഴല്ലേ കാണിക്കണ്ടേ. അതിനായിട്ട് ഇതെല്ലാം മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കാം. മാത്രമല്ല ഈ മെഗാസ്റ്റാർ ഫസ്റ്റ് എഴുതി കാണിക്കണം. അതിനുശേഷം മമ്മൂക്ക പേര് എഴുതി കാണിക്കണം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ആനിമേഷൻ കീ ഫ്രെയിം കൊടുക്കാം. ഈ ഫ്രീക്വൻസി 100 ആണ് കിടക്കുന്നത്. അത് കീ ഫ്രെയിം കൊടുക്കാം. ഇവിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവല്ലോ. ഓക്കെ, 100 ആണ് കിടക്കുന്നത്. അത് ഒരു 2-3-4 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് 0 ആക്കും. ഇതേപോലെ കൂടുതലാക്കി കുറച്ചും കൂടെ കുറച്ച് നേരം ഒന്ന് ഗ്ലിച്ചടിച്ചിട്ട് ഇതല്ല, നമുക്ക് വേറൊന്നും എടുക്കാം. ഇതൊന്ന് നോക്കാം.
അതൊക്കെ അതേപോലെ തന്നെ ഈ എഫക്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ വെക്കാം. എന്നിട്ട് ഈ പേരെല്ലാം, ഈ ടെക്സ്ചറും പേരും എല്ലാം ഡ്രാഗ് ചെയ്ത് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു. നമ്മുടെ ടൈറ്റിൽ ക്രിയേഷൻ കഴിഞ്ഞു. ഓക്കെ, പ്ലേ ചെയ്ത് നോക്കാം. നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നു. ഇത് വൈറ്റ് കളറല്ലേ ഇവിടെ വരുന്നത്, ഇത് നമുക്ക് യെല്ലോ കളറാണ് വേണ്ടത്. ഞാൻ വിട്ടുപോയതാണ്. ഇത് ലാസ്റ്റ് വരെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഈ ബ്ലാക്ക് കളറ് കമ്പോസിഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ടിൻറ്റ് എഫക്റ്റ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ PNGയിലേക്ക് ഇടുക. ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളറ് കൊടുത്ത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, വലിയ ഓക്കെ, ഇപ്പം ശരിയായി. വീണ്ടും ഒരു കാര്യം വിട്ടുപോയി. ഈ ഒരു ഗ്ലാസ്സിൽ റിഫ്ലക്ഷൻ ഉണ്ട്. അതെങ്ങനെ ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. സ്കെച്ചിൻ്റെ കോമ്പോസിഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ പെൻ ടൂൾ കൊണ്ട് ഒരു ഗ്ലാസിൻ്റെ ഇതിങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, റിഫ്ലക്ഷൻ വേണ്ട സ്ഥലത്ത് മാത്രം. ഓക്കെ, അതിനുശേഷം ഈ സ്ട്രോക്ക് ഒക്കെ ഓഫ് ചെയ്തിടുക. സ്ട്രോക്ക് ഓൺ ആണെങ്കിൽ ഇതിങ്ങനെ ഓഫ് ചെയ്യുക. ഓക്കെ, ഫിൽ കളർ ബ്ലാക്ക് ആക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ലൈറ്റ് സ്വീപ്പ് എന്ന് പറഞ്ഞ് ഒരു എഫക്റ്റ് ഉണ്ട്, അത് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അതിൻ്റെ ഇവിടെ നമുക്ക് സെൻറ്റർ പോയിന്റ് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് ഒന്ന് കുറയ്ക്കാം, ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടി കൊടുക്കാം. ഇതിൻ്റെ കളറ് യെല്ലോ ആക്കാം. ഓക്കെ, വിഡ്ത്ത് ഇച്ചിരി കൂടെ കൂട്ടി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിലൊരു ആനിമേഷൻ ചെയ്യുന്നു ഇതിൻ്റെ സെൻറ്ററിൽ. ഓക്കെ, അതിനായിട്ട് ഈ സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 2-3-4 ഫ്രെയിം കഴിയുമ്പം ഇതേപോലെ ഇങ്ങനെ ഒന്ന് വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, പിന്നെ ഒരു കാര്യം, ബാക്ക് വരിക. ഇതേപോലെ നമ്മളിങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ എത്തുമ്പോഴാണ് അങ്ങനെ റിഫ്ലക്ഷൻ, ഗ്ലാസ്സിൽ റിഫ്ലക്ഷൻ വേണ്ടത്. അതാണ് ഈ ഒരു പോയിന്റ്. ഓക്കെ, അവിടെ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക. മാത്രമല്ല ഈ ഒരു ഷേപ്പ് ലെയർ നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് തുടങ്ങിയാൽ മതി. ഓക്കെ, അത് അതിൻ്റെ ബ്ലെൻഡ് മോഡ് ഒന്ന് സ്ക്രീനായി കൊടുക്കാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കറക്റ്റായിരിക്കും. ഓക്കെ, പെർഫെക്റ്റ് ആയില്ലേ? നമ്മൾ ഏകദേശം ട്രെയിലർ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രോജക്റ്റ് ഫയലല്ല, ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ടെക്സ്ചറും ഇമേജുകളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. പുതിയ വീഡിയോസുമായി വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ. പിന്നെ വീഡിയോസ് ഇടുമ്പോൾ കുറേ പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്.
അറിയത്തില്ല എന്താണെന്ന്. മുന്നേ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരായിരിക്കും. പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ വീണ്ടും കൂടുന്നതിന് പകരം കുറയുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ്. അറിയില്ല, എന്തെങ്കിലും എൻ്റെ വീഡിയോസ് ക്ലിക്കായി സബ്സ്ക്രൈബേഴ്സ് കൂടുന്നിടം വരെ ഞാൻ വീഡിയോസ് ഇടും. ഓക്കെ, പുതിയ പുതിയ വീഡിയോസ്. ഇപ്പോൾ ടാറ്റ, ബൈ ബൈ. Every time I pull up in a hockey mask, I'ma put a hater in a body bag.